ശരിയാ, ജാമ്യം ശരിയായോ സാർ? ഒക്കെ ശരിയായിട്ടുണ്ട്. എങ്കിലും ഒന്ന് അടിക്കണം സാർ, എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ. അതഴിക്കാ, നീ വാ. നീയാണോ കിരൺ? അതെ. ഇരിക്കാൻ. നിന്റെ കയ്യിൽ ഒരു പോമറേനിയൻ പട്ടിക്കുട്ടി ഉണ്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഇല്ല. നീ കിട്ടുമെന്ന് വിളിക്കുന്ന പട്ടിക്കുട്ടി എത്ര നാളായി അവനെ കിട്ടിയിട്ട്? 15 ദിവസം. നീ ഏതുവരെ പഠിച്ചു? ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. ആഹാ, ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ ഒരു കുട്ടിയെ വഴിയരിയിൽ നിന്ന് കിട്ടിയാൽ അതിന്റെ രക്ഷിതാക്കളെ അന്വേഷിക്കുക എന്ന സാമാന്യ മര്യാദ കാണിക്കേണ്ടതല്ലേ? അന്വേഷിച്ചോ? ഇല്ല. എന്തേ? അത് പോട്ടെ, ഇവിടെ പോലീസുകാരെന്ന് പറഞ്ഞ് കുറെ പാവങ്ങൾ ജോലിയില്ലാതെ നടപ്പുണ്ടല്ലോ, അവരെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? കളഞ്ഞു കിട്ടി എത്ര നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവനൊരു പൊട്ടനാണെന്ന്? 2 ദിവസം. അപ്പോഴെങ്കിലും അവന്റെ രക്ഷിതാക്കളെ അന്വേഷിക്കുകയോ പോലീസിൽ വിവരം അറിയിക്കുകയോ ആകാമായിരുന്നില്ലേ? ഇപ്പം നീ ഉത്തരം പറയണം. അവന്റെ അമ്മയോടെ? എനിക്കറിയില്ല. നിന്റെ വഷളത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ട. എവിടെയാണ് അവന്റെ അമ്മ ആനി? എനിക്കറിയില്ല. അച്ഛനിവനെ എവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയമുണ്ടോ? ആനിയുമായോ മൈക്കിളുമായോ ഇവൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാനാണ്. ഇയാളെ ഞാൻ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നില്ല. കഴിഞ്ഞ 15 ദിവസങ്ങളായി ബെന്നി ഒരു വളർത്തുപട്ടി എന്ന പോലെ കൊണ്ടു നടക്കുകയായിരുന്നു ഇവൻ. മുക്കുടിയൻ, വഴക്കാളി, ദേഷ്യം വന്നാൽ ഒരാളെ കൊല്ലാൻ പോലും ഇവൻ മടിക്കില്ല. ഇവിടെ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള ഒരു വഴിയോരത്തൊന്നും ബെന്നിയെ കളഞ്ഞു കിട്ടിയതാണത്രേ. 3.5 വയസ്സുള്ള കുട്ടിയല്ലേ ഒറ്റയ്ക്ക് 70 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. സത്യമാണോ അതെല്ലാം? ആ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല. കുട്ടിയുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. എനിക്കറിയണ്ട അവന്റെ അമ്മ എവിടെയാണെന്നാണ്. എനിക്കറിയില്ല. ഇവിടെ വെച്ച് അയാൾ ഒന്നും ചെയ്യരുത്. ഇവൻ അറിയാൻ പറ്റോ? സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ ഇവന് സാധിച്ചിട്ടില്ല. അതിനെ ഇവന്റെ ഭാര്യ കൊന്നുകളഞ്ഞു. ആ വാശിയും കോംപ്ലക്സും ഒക്കെയാണ് ഇവന്. പോട്ടെ, എനിക്കിതൊന്നും അറിയണ്ട. ആനിയെ കിട്ടിയാ മാത്രം മതി. വരട്ടെ, ബെന്നി വരട്ടെ. കുറച്ചൊക്കെ അവന്റെ ഭാഷ എനിക്ക് മനസ്സിലാവും. അവൻ വന്നിട്ട് മതി ഓരോരുത്തരെ സംശയിക്കുന്നതൊക്കെ. എന്താ നിങ്ങൾ തമ്മില്? കുട്ടി എന്താ പറയുന്നത്? ഇവിടെ 2 തത്തയുണ്ടായിരുന്നു. ഇവന് വലിയ ഇഷ്ടമായിരുന്നു. അതിലൊന്ന് ചത്തുപോയി. അവന്റെ അമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചേ? അമ്മ കുട്ടി പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആനി വീട്ടിൽ ആരോടോ വഴക്കുണ്ടാക്കിയെന്നോ അവിടെ തന്നെ ഉണ്ടെന്നോ നമുക്കങ്ങോട്ട് പോകാമെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. നമുക്കങ്ങോട്ട് പോയാലോ? പോകാം.
അവിടെ വീട് പൂട്ടിയിരിക്കുക. ഞാൻ പല പ്രാവശ്യം പോയതാ. സാരമില്ല, എന്റെ വേറെ താക്കോലുണ്ട്. പള്ളി വക വീടാണത്. എങ്കിൽ ഞാൻ ജീപ്പിലങ്ങ് വന്നേക്കാം. അതാണല്ലേ ആള്? അതെ, ഒന്ന് പറയച്ചാ. എന്തിനാ പാവത്തിന്? നീ ഒന്നും ഉണ്ടായി. ഇളയ ആൾ ഇതാണല്ലേ? അതെ. ഞാൻ പോയി താക്കോൽ എടുത്തോണ്ട് വരാം. ഇതാ. എവിടെ? ഇതായിരുന്നല്ലേ നിന്റെ മുജ്ജന്മ പരിചയം? ഇതല്ല അമ്മ. എന്തിയേ? അമ്മ കുത്തി. അവനെ കൊണ്ടുവന്ന്. അച്ചോ, ആളെ കണ്ട അറിയോന്ന് ചോദിച്ചേ. കണ്ടോ? ആരാന്ന്? മോനെ വാ. മോനെ, അമ്മ കുത്തി. ആളെ കണ്ട അറിയോ? ദേ നോക്ക്, ഇവനാണോ? മോനെ, അമ്മയെ കുത്തിയില്ലേ? ഇവനാണോ? ഇനിയെങ്കിലും പ്ലീസ് ആ വിലങ്ങൊന്ന് അഴിച്ചു മാറ്റൂ. അവിടെ ഒന്ന് കുഴിക്കാൻ പറ.
അവരൊക്കെ ഒന്ന് മാറ്റി നിർത്ത്. മിസ്റ്റർ മേനോൻ, ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് അറിയിച്ചോളാം. ഇൻസ്പെക്ടർ പൊയ്ക്കോളൂ. പോകാം. അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്ത്.